ഡേ നീ എവിടെയാടി? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടാ. ആ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളും മരിച്ചു പോയില്ലേ? നിങ്ങളൊന്നും മരിച്ചു പോരുതേട്ടോ. എന്തോ? നിങ്ങളൊന്നും മരിച്ചു പോകേണ്ട ആളല്ല. അല്ല. ഞാനൊക്കെ ചെറുപ്പത്തില് 4, 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്സില് പഠിച്ച് നിങ്ങളൊക്കെ എത്ര പടങ്ങളാ. നിങ്ങൾ മമ്മൂട്ടിയുടെ ഒക്കെ അഭിനയിച്ചില്ലേ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് മറ്റേ പടാ. വേറെ നിങ്ങള് വേറെ നമ്മള് അതൊക്കെ നിർത്തി. അത് അന്നാർന്നല്ലേ? നല്ല രസമായിട്ടോ. എനിക്ക് ഇഷ്ടം. നിങ്ങള് ഓരോന്ന് നിങ്ങള് ആടെ ഇതായി കിടന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിടന്നാളും. എന്നിട്ട് വേറെ ആളും ഞാൻ അന്ന് ആലോചിച്ചു പോലേ ഇന്നൊക്കെ വിളിച്ചാൽ ഞാനാട്ട് വന്ന് എന്തോന്ന് അല്ല ഇന്നൊക്കെ വിളിച്ച് അല്ല നിങ്ങൾക്ക് എന്തേനി അന്ന് എന്തേ പ്രശ്നം എന്തേ? നമ്മുടെ സിനിമയിൽ മാത്രം നമ്മൾ അങ്ങനെ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി? ഇവിടെ മരിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. നിങ്ങൾ പാരാ വിളിച്ച്? സത്യത്തിൽ നിങ്ങളെ ആൾക്കാരെ കാണുമ്പോ എല്ലാരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നല്ല. നിങ്ങൾ പാരാ വിളിച്ച്? എന്തോന്ന് പാരാ വിളിച്ചില്ലേ? ഞാൻ പലരും വിളിക്കും. നമ്പർ നമ്പർ തരത്തില്ല. ഞാൻ പറയല്ലേ നിങ്ങളെ ഭയങ്കര ഇഷ്ടായി. ഞാൻ ആ സിനിമ കാണാൻ പോയ സമയത്തൊന്നും പറയണ്ട. ഏത് സിനിമ? നിങ്ങൾ അഭിനയിച്ചില്ലേനിയോ? നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഏട്ടോ പോയി, പുറത്തോട്ടോ പോയി. എന്നിട്ട് നിങ്ങളെ ഭാര്യ വേറോ ചെങ്ങായിനെ വിളിച്ചിട്ട് ഓലായിട്ട് നിങ്ങൾ എന്നിട്ട് ആളെ പോയിട്ട് നൊലോളിക്കുക എന്തൊക്കോ. ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഇതൊക്കെ തന്നെ സാധനം. ഞാൻ പറഞ്ഞു അതിന്റെ എന്താ വെച്ചാല് പ്രധാനമന്ത്രിയായിട്ടാ ഞാൻ പറയാ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നാട്ടിലൊക്കെ എന്തേറ്റാ സംഭവം ഒന്നും നോക്കണ. ഭയങ്കര ഞാൻ പണ്ടാ അടിച്ചിട്ട് എന്നോട് ഉമ്മച്ചിയോ എല്ലാരും പറയലുണ്ട് നീ ഇങ്ങനെ കള്ളുടിക്കരുത് ഇതായിട്ട് ഭയങ്കര ക്ഷീണ. ആ കാര്യമായിട്ട് അതിലിപ്പം മരിച്ചിട്ട് ഇവിടെ എത്തിയ മരിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും കുറെ ആൾക്കാരെ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ നാട്ടിലൊക്കെ കാണാന് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരൊക്കെ കണ്ട്. നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല ആ സിനിമ ഒക്കെ കണ്ട് എന്റെ അമ്മോ ഞാൻ കൊറേ ആലോചിച്ചിനി. നിങ്ങൾ ആ വിളിച്ചു കയറ്റിയ ചെക്കൻ ഞാനായി കഴിഞ്ഞാൽ എന്ത് സുഖം ഉണ്ടേനി. ഈ ആ പടങ്ങളെല്ലാം അഭിനയങ്ങളായിരിക്കും മൊത്തം. അങ്ങനെയാണ്. പോലീസുകാരനായ പോലീസുകാരെ, കള്ളനായ കള്ളൻ. ഞാൻ കണ്ടിട്ടോ. നിങ്ങൾ മമ്മൂട്ടിയിലൊക്കെ പോലെ മോഹൻലാല് ഉറപ്പങ്ങൾ അഭിനയിച്ചാണ്. വേറെ അങ്കിൾ മനോ അതിലൊക്കെ ഒരുപാട് സിനിമകൾ ഞാനുണ്ട്. അതിലൊരു പാട്ടുണ്ടേനി. മേലെ വീട്ടിലെ കൂടെ ദേഷ്യം വന്ന് പിന്നെ ആ ദേഷ്യമൊക്കെ മാറിയ മറ്റേ ആ പടം കണ്ടപ്പാ ഇഷ്ടം തോന്നി. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറെ ചങ്ങായി വന്നിട്ട്. എല്ലാ സിനിമയിലും അങ്ങനെയാണല്ലോ. എനിക്ക് പാടില്ല ഇങ്ങനെയൊക്കെ വരുള്ളൂ. എനിക്ക് നെഞ്ചുവേനൊക്കെ ഉണ്ട്. ആ ഒറിജിനൽ ഇല്ലേ? അല്ല അതെനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ തരത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പറ്റും. അങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ. എന്തായാലും ഞാനിപ്പോ ഇവിടെ ഒരു സംഭവം ഞാൻ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളൂ. കുറെ ആൾക്കാരെ കണ്ട്, കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. അപ്പൊ ഒരു സംഘടന നാട്ടിലത്തെ സംഭവം അറിഞ്ഞോ? ഇല്ല. അവിടെ ഒരു സംഘടനയുടെ പ്രസിഡന്റല്ലോ ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ ആയിട്ട്. അപ്പൊ ആ വെച്ചിട്ട് വയലാറിനെ കൊണ്ട് ഞാൻ പറഞ്ഞു മറ്റേ പാട്ടൊന്നും പഠിപ്പിക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം വേണ്ടിയത് ട്രെൻഡാ. ഏത് ട്രെൻഡാണ് ഇപ്പൊ? ജാപ്സി, ജിപ്സി ഈ സാധനമാണ്. പക്ഷെ ഈ വയലാറ് മുത്ത് ചങ്ക് മാണിക്കകല്ല ആ പാട്ടൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വെക്കൂ. അത് പാടൂ. എത്രയാ ഞാൻ ഇപ്പൊ മരിക്കുന്നവരെ പാട്ട് ഓർമ്മ ഉണ്ടാവുന്ന പറയാ. ഞാൻ ഇപ്പൊ മരിച്ചു ഇവിടെ എത്തി എന്നിട്ടും എന്നോട് പാട്ട് മറന്നുമില്ല. അതാ വയലാർ മുത്ത് ചങ്കിന്റെ. അപ്പൊ എന്നാലും ഇവിടെ നമ്മ ഒരു വൈബ് ഉണ്ടാക്കണ്ടേ. അപ്പൊ വയലാറിനോട് ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് അതേമാതിരി സാധനം ഇവിടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളെ ഞാൻ കൂട്ടാ. അപ്പൊ നിങ്ങളെ പരിചയത്തില്ല ഇപ്പൊ സിൽക്ക് സ്മിത ഉണ്ട് എന്ന് പറഞ്ഞു. വേറെ ആർക്കല്ല ഇവിടെ ഇപ്പൊ അതില് കുറച്ച് ഇതും വേണോ റീച്ച് കിട്ടണ്ടേ. കുറച്ച് പേരെയൊക്കെ ഞാൻ വിളിച്ചോണ്ടിരിക്കും. ആർക്കല്ല ഇപ്പൊ ഉണ്ടാകുക. സിൽക്ക് ഇവിടെ ഉണ്ടെന്നില്ല ഞാൻ കണ്ടില്ല. പിന്നെ നമ്മള് ജയനെ വിളിക്കുക. ജയന് കുറച്ച് ആൾക്കാര്. പിന്നെ മറ്റു ഇവരില്ലേ ശോഭി വൃത്തിയ ആ ക്യാരക്ടർ ചെയ്യും. പിന്നെ നമ്മളെ ബാലകൻ നായർ അതിൽ സാറാ റെഡിയല്ലേ? പരിചയപ്പെടുത്തി ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തന്നാൽ മതി. ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ചാനൽ റീച്ച്. ആ റീച്ചിലേക്ക്
നമ്മളവിടെ കിടന്നതാക്കുക. ഇവിടെ നാട്ടിൽ നിന്ന് ക്ഷീണ. ഇനി നമ്മൾ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കും. നിങ്ങൾക്ക് ഒപ്പം നിൽക്കുവോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കും. അമ്മ മാറ്റി ഇവിടെ ഉമ്മാന്നോ അച്ഛനോ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ പറഞ്ഞോളി. ആയിക്കോട്ടെ. ഏതാ പേരിടണ്ടേ? എന്ത് വില കേട്ടോ നമ്മൾ തീരുമാനിക്കാം. അപ്പൊ ആദ്യം ഒരു സംഘടന ഒരു ഇതായിട്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ ആരെയും വിളിച്ച് ഞാൻ വരണോ? ഇപ്പം വിളിച്ചു കൊടുത്ത് ഞാൻ വരണോ? എന്തായാലും പോയേക്കാം. കമ്പനിക്ക് എന്തായാലും പോയേക്കാം. ഓക്കെ.